അപ്പോൾ വേറെ ബ്ലോഗിൽ നിന്ന് ഇറങ്ങി എന്ന് വിചാരിച്ചേ ഓണാവധിയായി കഴിഞ്ഞു. ഇങ്ങനെ ഇറങ്ങിയപ്പം അല്പം കൃഷി കാര്യങ്ങളാകാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള പരിപാടിയിലാണ് പറമ്പിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൃഷി വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അല്പം ജാതി കൃഷിയായാലോ. റബ്ബർ തോട്ടത്തിലും ജാതി വിളയുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഞാൻ തന്നെ നട്ടതാണ്, ബഡ് തൈയാണ്. ഇതിനൊരു ഇപ്പോൾ ഏതാണ്ട് ഒരു 5 കൊല്ലത്തെ പ്രായമുണ്ട്. 3ാമത്തെ കൊല്ലം ബഡ് കായ്ക്കേണ്ടതാണ്. എന്തായാലും ഒരു 5 കൊല്ലം കഴിഞ്ഞത്. അത് പൂത്തു കായ്ച്ചത് കായ്ച്ചിട്ട് 2ാമത്തെ കൊല്ലമായി. ഇതിൻ്റെ ചെറിയ കായ. അപ്പോൾ ബഡ് ആയതുകൊണ്ട് കായുണ്ട്. അങ്ങനെ അത്യാവശ്യം തെറ്റില്ലാതെ കാ പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. റബ്ബർ തോട്ടത്തിലെ ജാതി കൃഷിയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ സബ്ജക്റ്റ്. ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒരേ സബ്ജക്റ്റ് ആകുമ്പോൾ ഒരു വേണ്ടേ, ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷം കായ്ക്കുമെന്ന് പറഞ്ഞ് തന്നു. 3ാമത്തെ വർഷം കായ്ക്കാത്തപ്പോൾ സങ്കടം തോന്നി. പക്ഷേ ഇതിപ്പോൾ 7ാമത്തെ കൊല്ലം ആയപ്പോൾ അത്യാവശ്യം കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തണൽ വേണം, എന്നാൽ സൂര്യപ്രകാശവും വേണം. എനിക്കൊരു അബദ്ധം പറ്റി. ഇത് തണലിലേക്ക് ആക്കിയെന്ന് വെച്ച് ചോലയിൽ കൊണ്ട് വെച്ചിട്ടേ ചിലതൊന്നും പൂത്തിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതായത് ഈ ബഡുണ്ട്, ആൺപെൺ ഉണ്ട്. ഇത് ഇതാക്കി ജാതിയിൽ ആണും പെണ്ണുമൊക്കെ ഉണ്ടേ. അപ്പോൾ ഇത് ബഡാണ്. ഈ കാലയളവിൽ നട്ട മറ്റൊരു ജാതി തൈയാണ്. പക്ഷേ ഇത് 1-2 കായ ഇത് വന്നിട്ടുള്ളൂ. ഇവിടെ ഇച്ചിരി ചോല ഉണ്ടായിരുന്നു. ഇപ്പം എന്നാലും ഇപ്പോൾ ഇച്ചിരി പ്രകാശമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശവും അത്യാവശ്യം തണലും വേണം, എങ്കിൽ റബ്ബർ തോട്ടത്തിലേ ജാതി പിടിക്കൂ. അത്യാവശ്യം കാട് നിറഞ്ഞു. ഇവിടെ ഞാൻ മിക്സഡ് കൃഷിയാണ്, എല്ലാ കൃഷിയും ഉണ്ട്. അതായത് ശീമപ്ലാവാണ്, കായ്ച്ചിട്ടില്ല. പക്ഷേ ഇത് അല്ലാണ്ടെങ്കിൽ, കാരണം സൂര്യപ്രകാശം കുറവുള്ളത് വല്ല 1-2 കായ കിട്ടണുള്ളൂ. അപ്പോൾ ഏത് കൃഷിക്കും സൂര്യപ്രകാശം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഓർക്കുക. നമ്മുടെ കാന്താരിയും മുളയ്ക്കും. ഇത് പണിക്കാർ വരുമ്പോഴേ കഞ്ഞി കുടിക്കാനായിട്ട് കാന്താരി മുളക് അവർ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി കുരു വന്ന് തന്നെ പൊടിക്കുന്നതാണത്. അങ്ങനെ ഇഷ്ടംപോലെ കാന്താരി മുളക് ഇവിടെ ഉണ്ട്. കാപ്പിക്കുരു, കാപ്പിച്ചെടി ഒക്കെ കൂടെ ഒരു സമ്മിശ്ര കൃഷിയാണ് എൻ്റെ തോട്ടം. ഇതൊക്കെ ഒരേ കാലയളവിൽ വെച്ച ജാതിയാണ്. മറ്റൊരു ജാതി, പക്ഷേ അത് 1-2 കായുള്ളൂ. ഇത് ആണാണോ പെണ്ണാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒരുപാട് പൂക്കും, എന്നാൽ കാ കുറവാണ് ആണിന്. ഇത് പക്ഷേ നോർമലല്ല, ബഡല്ല, നോർമൽ ജാതിയാണ്. അവിടെ ഒരു പൂവും കായൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് പലയിടത്തും കാച്ചു തുടങ്ങി. ചിലപ്പോൾ മരം ചെറുതായിരിക്കും, കാ കണ്ടമാനം പിടിക്കും. ഇത് ഇഷ്ടംപോലെ പൂക്കളുണ്ട്. എനിക്ക് ഇതൊരു ആണിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ഇത് നോർമൽ ചെടിയാണ്, ബഡല്ല. പക്ഷേ ഇത് പെണ്ണാണ്. ഇഷ്ടംപോലെ കായ വന്നു. ഒരു ഊറ്റുകുഴിയുണ്ട്, അതൊരു അനുഗ്രഹമാണ്. വേനൽക്കാലത്തെ ആൾക്കാർ വെള്ളം കിട്ടാതെ വിടുന്നിട്ടാണ് കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വെള്ളം അടിക്കുന്നവർ ഇവിടെ വന്നിരുന്നേ ശുദ്ധമായ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടിക്കാറുമുണ്ട്. അതുകൂടെ പറയണമല്ലോ. ഇത് ബഡ് ജാതിയാണ്. ഇതാണ് ഈ പറമ്പിൽ ആദ്യം നട്ട ജാതി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് പറ്റിയ വെച്ചാൽ ഈ വളഞ്ഞ ജാതി തൈ വാങ്ങരുത്. അതെല്ലാം വളഞ്ഞേ പോകും. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ഉള്ള ബഡ് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബഡ് തൈയെ വാങ്ങാവും, അല്ലെങ്കിൽ പണി കിട്ടും. ഇത് വളഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ശിഖരമുള്ള ബഡ് തൈയെ വാങ്ങാതെ പണി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ചിലതൊക്കെ ഞാൻ എൻ്റെ സ്വയം കണ്ടുപിടുത്തത്തിലൂടെ വാങ്ങിയ തൈകളാണ്. കാരണം ഈ ചിലതിൻ്റെ കാരണം ഒരുപാട് ഇല ഉള്ള തൈയാണെങ്കിൽ അത് പെണ്ണായിരിക്കും. അതേസമയം ഇല കുറവ്, ഞെരുക്കം കുറവാണെങ്കിൽ അത് ആണാകാനാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെയാണ്.
പക്ഷേ ഇത് വേറെയും വെറൈറ്റി ഉണ്ട്. നീണ്ട ഇല, ചുരുങ്ങിയ ഇലയൊക്കെ ഉണ്ട്. ജാതി തന്നെ പല കാട്ടുജാതിയുണ്ട്, പല തരത്തിലുള്ള ജാതി മരമുണ്ട്. ഇത് പക്ഷേ വേണ്ട ചെറിയ മരമാണ്, പക്ഷേ കാച്ചു പെട്ടെന്ന്. ഇതൊക്കെ നോർമൽ തൈയാണ്, ബഡല്ല. അപ്പോൾ അത് തിരിച്ചറിയണം. ഇത് നമ്മൾ ഈ തൈ എടുക്കുമ്പോൾ എപ്പോഴും ശിഖരം ഒരുപാടുള്ള തൈ നോക്കി എടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ശിഖരം കുറവാണെങ്കിൽ അത് മിക്കവാറും ആണായിരിക്കും. ഇനം ജാതിയാണ്, സാധാ ജാതി തൈയാണ്. പക്ഷേ ഇതിൽ എപ്പോൾ നോക്കിയാലും കായും ഉണ്ട്. കാരണം ഏത് സീസണിലും കായ കിട്ടുന്ന ഒരു ഇനമാണിത്. ബഡ് ജാതിയാണ്. അപ്പോൾ ജാതിയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ജാതി മൊട്ടാണിത്. ഇതിൽ നമുക്ക് എല്ലാം കിട്ടും. കാരണം ജാതി പൂവും ഈ പറഞ്ഞ പോലെ ചെറിയ കായും. അപ്പോൾ സാധാരണ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മരമാണ് ഞാൻ എടുക്കാറ്. കാരണം ഇതാണ് ഫസ്റ്റ് കായ്ച്ചതേ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം കായ്ച്ചു. ഒരപ്പച്ചനാണിത് തന്നത്. പുള്ളി സ്വന്തമായിട്ട് ബഡ് ചെയ്താണ്. ഞാൻ സംഗതി കയറി ക്ലിക്കായി. ഏറ്റവും ചെറിയ മരമാണ്, പക്ഷേ ആദ്യം കായ്ച്ചു. കറക്റ്റ് 3ാമത്തെ വർഷമായപ്പോൾ ഇത് കായ ഉണ്ടായി. അപ്പം തൈ സെലക്ട് ചെയ്ത് നോക്കി, നല്ല ബഡ് നോക്കി എടുക്കണം. ഇതിൻ്റെ ഇലയും നോക്കണം. കണ്ട വലിയ വീതിയുള്ള ഈ തടിയനില, ചില നീണ്ട ഇലയായിരിക്കും. കാരണം ജാതി തന്നെ ഞാൻ പറഞ്ഞല്ലോ, പല വെറൈറ്റീസ് ജാതി തൈകളുണ്ട്. ജാതി തൈ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ശിഖരങ്ങളുള്ള തൈ നോക്കിയേ നടാവും. അപ്പോൾ അതായിരിക്കും പെണ്ണ്. ശിഖരം കുറവാണെങ്കിൽ ആണായിരിക്കും മിക്കവാറും. കണ്ട ശിഖരം വേണം. ഒന്ന് തട്ട് കേട്ടോ, 1, 2, 3, അങ്ങനെ ശിഖരമുള്ള തട്ടാണ് പെണ്ണ്. അത് എൻ്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ ശിഖരമുള്ള ജാതി തൈ നോക്കി നടണം. ജാതി തൈയാണ്. എൻ്റെ ഇല കണ്ട നീണ്ട ഇലയാണ്. അപ്പോൾ ഇതും ശിഖരമുണ്ട്. എല്ലാം പെണ്ണായ പോരാ, എനിക്ക് 10 പെണ്ണിനൊരു 2 ആണെങ്കിലും വേണേ. ജാതിയാണ്. കാരണം ശിഖരം കുറവ്, ഇല കുറവ്. പൂക്കും, പക്ഷെ കായ ഇത് പൂത്തിട്ടുണ്ട്. കാരണം പരാഗണം നടക്കണ്ടേ. കണ്ട പൂക്കളുണ്ട്, ഇതാണാണ്. ഇലയും ശിഖരവും കുറവായിരിക്കും, ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വിഷയം. ഗ്യാപ്പുള്ള മരങ്ങൾ ആണായിരിക്കും. ഒരേ കാലയളവില്ലേ വാങ്ങിച്ച 2 തൈകളാണ്. ഇത് ആണ്, ഇത് പെണ്ണ്. എൻ്റെ വെറൈറ്റിയാണ്. കണ്ട, സോറി തെറ്റിപ്പോയി. അത് പെണ്ണ്, ഇത് ആണ്. ആണിൻ്റെ പ്രത്യേകത ഇഷ്ടംപോലെ കണ്ട ഇങ്ങനെ പൂക്കും, ഇഷ്ടംപോലെ പൂക്കും ആണ്. അല്ല പൂത്ത് ഇഷ്ടം പോലെ പൂക്കും. പൂ ഇങ്ങനെ ഇഷ്ടമാണ്. ഇതെല്ലാം ഇത് ആണാണ്. എൻ്റെ ഇലയൊക്കെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. പക്ഷേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് കണ്ട അതിൽ ശിഖരം കൂടുതലാണ്, ഇതിൻ്റെ ഇല വ്യത്യാസം കണ്ട ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ആൺപെൺ തിരഞ്ഞെടുക്കണം. ബഡെന്ന് ചിലർ നല്ല വെറൈറ്റി ബഡ് നോക്കി വാങ്ങി നടുന്നതാണ് ബുദ്ധി. അതാകുമ്പോൾ ഒരു തൈ മതിയാവും. പക്ഷേ ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആൺപെൺ നോക്കി വാങ്ങിയില്ലെങ്കിൽ പണിയാവും. ഇത് ആണാണ്, ഇത് പെണ്ണാണ്. പൂ കുറവായിരിക്കും. നമ്മുടെ ഈ പെടക്കോഴി പൂവൻകോഴിയില്ലേ, പൂവൻകോഴിക്ക് വാലുണ്ടല്ലോ, അതുപോലെ ആണ് ഈ ജാതിയുടെ ഒരു വെറൈറ്റി. ഇഷ്ടംപോലെ ശിഖരവും എന്നാ പറയുക, അല്ല ശിഖരം ഈ ഗ്യാപ്പുണ്ടാവും. ഈ ഇഷ്ടംപോലെ പൂക്കുന്നത് ആണായിരിക്കും. ഇത് പെണ്ണാണ്. ഒരേ കാലയളവിൽ നട്ടതാണ്. ഇത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ കാവന്ന് പോയിട്ടേ ഉള്ളൂ. ഇതിന് പ്രായം കുറവാണ്. ഇതൊക്കെ ഒരു 5 കൊല്ലത്തെ പ്രായമേ ഉള്ളൂ. 5 മാക്സിമം പോയാൽ ഒരു 7. ഇങ്ങനത്തെ ശിഖരങ്ങളുള്ളതാണ് പെൺതൈ. അതേസമയം സ്ട്രെയിറ്റായിട്ട് പോകുന്നത്, അതായത് ശിഖരമില്ല, സ്ട്രെയിറ്റായിട്ട് ഈ താഴെ സ്ട്രെയിറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ആണായിരിക്കും. ഇതുകൊണ്ടോ, ഇത് ആണാണ്. എങ്ങനെ മനസ്സിലായി? അല്ല സ്ട്രെയിറ്റായിട്ട് പോവും, ശിഖരം ആ ഗ്യാപ്പ് വന്നില്ലേ, ഇത് ആൺ ചെടിയാണ്, ആൺ ജാതി. ഇലയാണ് നീണ്ട ഇലയാണ്, സമാനതകളുണ്ട്. ആ ഒരു വെറൈറ്റി മനസ്സിലാവും. ഇത് ആണാണ്. മറ്റേ പെണ്ണാകുമ്പം ശിഖരം ഉണ്ടാവും, ഗ്യാപ്പ് കുറവായിരിക്കും. ഇത് കണ്ടോ, നല്ല ഗ്യാപ്പ് വരുന്നില്ലേ. അപ്പോൾ ഇത് ആൺ ജാതി. കൊള്ളി ഇടാം, കുരുമുളക് കൊള്ളി കയറും, നാരങ്ങ ചെടി
നാരങ്ങ ചെടി, അതെന്ത് പറയണം, ജാമ്പയ്ക്ക ചെടി, പുളിഞ്ചിക്ക ഒക്കെ ഈ തോട്ടത്തിലുണ്ട് എന്നതാണ് പ്രത്യേകത. അപ്പോൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിലേ കാണുന്നതല്ലേ ബുദ്ധി. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. റബ്ബറിൻ്റെ പണ്ടത്തെ പോലെ അത്ര വീര്യം പോരാ. അപ്പോൾ എങ്ങനെയുണ്ട് റബ്ബർ തോട്ടത്തിലെ ജാതി കൃഷി പിടികിട്ടിയോ? ഇതാണ് റബ്ബർ തോട്ടത്തിലെ ജാതി കൃഷിയുടെ പ്രത്യേകത. ഇതൊക്കെ എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള പാഠങ്ങളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതേ. ഇതിനിടയ്ക്ക് പിന്നെ ഗ്രാമ്പൂ ഞാൻ നട്ടിട്ടുണ്ട്. ഇത് ആ കാണുന്നത് ഗ്രാമ്പുവാണ്. ഇടയ്ക്കൊന്ന് ഒടിഞ്ഞു പോയി പിന്നെ ശീഘ്രമായിട്ട് വരണുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ മൾട്ടി കൃഷി സാധ്യമാണ് എന്നത് ശരിയാണ്. വളരെ വളരെ അർത്ഥവത്താണ്.